ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. മഴതോരും മുൻപേ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അലീന വൈജയന്തിയുടെ സ്വന്തം മകളാണെന്നുള്ള സത്യമെല്ലാം തന്നെ ബാലചന്ദ്രൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. എന്നാൽ ബാലചന്ദ്രൻ്റെ വാക്കുകൾ ആ ശാന്തതയെ ഭേദിച്ചുകൊണ്ട് തന്നെ ഒരു ഇടിമുഴക്കം പോലെയാണ് വൈജയന്തിയുടെ കാതുകളിൽ അത് പതിച്ചത്. ബാലചന്ദ്രൻ്റെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകിയിരുന്നു. കണ്ണുകളിൽ അവഗണനയും വെറുപ്പും നിഴലിച്ചു. ബാലചന്ദ്രൻ ഇങ്ങനെ ദേഷ്യത്തിൽ തന്നെ വൈജയന്തിയോട് പറയുന്നത്, നിർത്ത് വൈജയന്തിൻ്റെ അഭിനയം, എനിക്ക് മടുത്തു, എല്ലാം ഞാൻ അറിഞ്ഞു. അന്നേരം വൈജയന്തി ഞെട്ടിത്തെറിച്ചുകൊണ്ട് തന്നെ അയാളെ നോക്കി. എന്തറിഞ്ഞൂന്ന്, എന്ത് സത്യം നിങ്ങൾ അറിഞ്ഞത്? ബാലചന്ദ്രൻ തുടർന്നു. അതേടി, എല്ലാം ഞാൻ അറിഞ്ഞു. നിന്റെ ഭൂതകാലം, എന്നെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് നിനക്കൊരു കുഞ്ഞുണ്ടായിരുന്നു എന്ന സത്യം. ബാലചന്ദ്രൻ്റെ വാക്കുകൾ ഒരു തീക്കനൽ പോലെ വൈജയുടെ നെഞ്ചിലേക്ക് വീണു. അവളുടെ ലോകം കീഴ്മേൽ മറിയുന്നതായി തോന്നി. ബാലചന്ദ്ര, അത് പിന്നെ ഞാൻ... വൈജയന്തിയുടെ വാക്കുകളൊക്കെ മുറിഞ്ഞുപോയി. ബാലചന്ദ്രൻ പറയുന്നത്, നീ ഒന്നും പറയണ്ട. ഇത്ര കാലം നീ എന്നെ ചതിക്കുമായിരുന്നു അല്ലേ? നിന്നെ പോലൊരു സ്ത്രീയെ എൻ്റെ ജീവിതത്തിലേക്ക് ഇനി ഒരിക്കലും കൂട്ടാൻ എനിക്കാവില്ല. ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ നീ എനിക്ക് അന്യനാണ് എന്ന് പറയാണ് ബാലചന്ദ്രൻ. ബാലചന്ദ്രൻ്റെ ഓരോ വാക്കും വിഷം പുരട്ടിയ അസ്ത്രങ്ങളായിരുന്നു. ശരീരമാകെ തളർന്നു പോകുന്നത് പോലെ വൈജയന്തിക്ക് തോന്നി. കണ്ണുനീർ അവളുടെ കാഴ്ചകളെ മറച്ചു. തകർന്ന ഹൃദയമായി അവൾ നേരെ ഗംഗാധരൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഏട്ടാ, അവൾ ഒരു കുഞ്ഞിനെ പോലെ പൊട്ടിക്കരഞ്ഞു. എല്ലാം അറിഞ്ഞു. ബാലചന്ദ്രൻ എന്നെ ഉപേക്ഷിച്ചു ഏട്ടാ. ഇനിയും എന്തിനാ ഏട്ടാ ഞാൻ ജീവിച്ചിരിക്കുന്നത്? എന്നെ ഇനി ആർക്കും വേണ്ട. എൻ്റെ മക്കൾക്കും എല്ലാവരും എന്നെ വെറുക്കും. ഈ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരും എന്നെ ഉപേക്ഷിക്കും. ഇനി ആർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വൈജയന്തി പൊട്ടിക്കരയാണ്. അന്നേരം ഗംഗാധരൻ അവളെ ആശ്വസിപ്പിക്കാൻ പാടുപെട്ടു. അങ്ങനെയൊന്നും പറയല്ലേ വൈജയ്, നിനക്ക് ഞങ്ങളില്ലേ? ബാലചന്ദ്രൻ അപ്പത്തെ ദേഷ്യത്തിൽ അതെല്ലാം പറഞ്ഞതായിരിക്കും. എല്ലാം ശരിയാവും, നീ ഒന്ന് സമാധാനപ്പെടുമെന്ന് പറയുന്ന സമയത്തിന് വൈജയന്തി പറയുന്നുണ്ട്, ഇല്ലേട്ടാ, ഇനി ഒന്നും ശരിയാവില്ല. അത് പറയുന്ന സമയത്തിന് വൈജയന്തിയുടെ കണ്ണുകളിൽ അപ്പോൾ അടങ്ങാത്ത പക ആളിക്കത്തി. വൈജയന്തി പറയുന്നുണ്ട്, ഒന്നും ശരിയാവില്ല. പക്ഷേ ഒരു കാര്യം മാത്രം എനിക്കറിയാം, ആ അലീന, അവൾ ഇനി ഒരിക്കലും ഈ വീട്ടിൽ വേണ്ട. എനിക്ക് അവളെ ഇഷ്ടമല്ല. എൻ്റെയും ബാലചന്ദ്രൻ്റെയും ജീവിതത്തിൽ ഇത്രമാത്രം പ്രശ്നങ്ങളുണ്ടാകാൻ കാരണം അവളാണ്. അവൾ തന്നെയായിരിക്കും ഈ കാര്യങ്ങളെല്ലാം തന്നെ ബാലചന്ദ്രനോട് വിളിച്ചു പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വൈജയന്തി പൊട്ടിത്തെറിക്കുകയാണ്. അത് കേൾക്കുന്ന സമയത്തിന് ഗംഗാധരൻ്റെ ദേഷ്യം വരും. മതി, നിർത്ത് വൈജയ്. നീ എന്തിനാ എപ്പോഴും ആ പാവം കുട്ടിയെ പറ്റിയിട്ട് ഇങ്ങനെ കുറ്റം പറയുന്നത്? അവൾ എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? നീ ഒന്ന് പ്രസവിച്ചതല്ലേ? വൈജയ്, നീ തന്നെ ഒന്ന് ഓർത്തു നോക്ക്. നിന്റെ മകൾ ഇന്ന് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ അവൾക്കും ആ അലീനയുടെ പ്രായം തന്നെ ആയേനെ. ഇനിയെങ്കിലും നിനക്ക് ആ അലീനെ നിന്റെ സ്വന്തം മകളെ പോലെ കണ്ടൂടെ എന്ന് ചോദിക്കാട്ടോ ഗംഗാധരൻ. എന്നാൽ ആ താരതമ്യം വൈജയെ കൂടുതൽ പ്രകോപിതയാക്കി. ഒരിക്കലുമില്ല ഏട്ടൻ, ഒരിക്കലും അങ്ങനെയൊന്നും പറയരുത്. എൻ്റെ മകൾ ഒരിക്കലും ഇവളെപ്പോലെയാവില്ല. ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവളെ പൊന്നുപോലെ നോക്കിയേനെ, അല്ലാതെ ഇവളെപ്പോലെ അനാഥാലയത്തിൽ ഉപേക്ഷിക്കില്ലായിരുന്നു. ആരോ പിഴച്ചുപറ്റ ഒരു പെണ്ണിനെ എൻ്റെ മകളോട് ചേർത്ത് വെക്കാൻ ഏട്ടൻ എങ്ങനെ തോന്നി? ഏട്ടൻ ഒരിക്കലും ഇങ്ങനെ സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് വൈജയന്തി ഗംഗാധരനോട് പൊട്ടിത്തെറിക്കും. എന്നാൽ ഇവരുടെ ഈ ഒരു സംഭാഷണമെല്ലാം തന്നെ ഒരു വാതിലിനപ്പുറം നിന്നുകൊണ്ട് തന്നെ അലീന കേൾക്കുന്നുണ്ടായിരുന്നു. സ്വന്തം അമ്മയാണെന്നറിഞ്ഞിട്ട് പോലും അവൾ സ്നേഹിച്ച ആ സ്ത്രീയുടെ വായിൽ നിന്ന് തന്നെ പറ്റി വീണ്ടും വീണ്ടും വെറുപ്പിൻ്റെയും അവഗണനയുടെയും വാക്കുകൾ കേട്ടതോടുകൂടി തന്നെ ആ കുഞ്ഞു ഹൃദയം വേദനിച്ചു പോയി. തന്നെ ഇത്രമാത്രം വെറുപ്പോടെ നോക്കുന്ന തൻ്റെ അമ്മയുടെ കൂടെ ഇനി ഒരു നിമിഷം പോലും നിൽക്കരുതെന്ന് അവൾ ആ നിമിഷം ഉറപ്പിച്ചു. മുത്തശ്ശി ഉറങ്ങിക്കിടക്കുന്ന മുറിയിലേക്ക് അവൾ പതുക്കെ ശബ്ദമുണ്ടാക്കാതെ പോയി. തൻ്റെ തുണികൾ നിറച്ച ചെറിയ ബാഗുമെടുത്ത് തന്നെ സ്നേഹിച്ച മനുവിനോട് ഒരു വാക്കുപോലും ചോദിക്കാതെ, താൻ ഒരുപാട് സ്നേഹിക്കുന്ന തൻ്റെ അച്ഛന് സ്ഥാനം കൊടുക്കുന്ന ബാലചന്ദ്രനോട് പോലും ഒരു വാക്കുപോലും പറയാതെ അലീന അപ്പം തന്നെ അവിടെ നിന്നും പടിയിറങ്ങി. ഇതേ സമയത്തിന് ഗംഗാധരൻ ബാലചന്ദ്രൻ്റെ മുറിയിലേക്ക് പോയി. അയാൾ കട്ടിൽ ദേഷ്യം അടക്കാനാവാതെ ഇരിക്കുകയായിരുന്നു. ഗംഗാധരൻ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് പോയി ചോദിക്കുന്നത്, ബാലചന്ദ്ര, താൻ എന്തായി കാണിച്ചത്? ഇത്ര ക്രൂരത പാടില്ലായിരുന്നു. വൈജയോട് ഞാൻ എല്ലാ സത്യങ്ങളും നേരത്തെ പറഞ്ഞതല്ലേ. കുഞ്ഞിലെ പറ്റിയൊരു അബദ്ധം. അവളുടെ കഴിഞ്ഞ കാലം എല്ലാം മനസ്സിൽ ഉള്ളിലൊതുക്കി ജീവിക്കുകയായിരുന്നു അവൾ. ഗംഗാധരൻ്റെ വാക്ക് കേട്ട് ബാലചന്ദ്രൻ ഒന്ന് പുച്ഛത്തോടെ ചിരിച്ചു. എന്നിട്ട് ചോദിക്കുന്നത്, നാണമില്ലേ നിങ്ങൾക്ക്? എല്ലാവരും കൂടി എന്നെ ചതിച്ച് അവളെ എൻ്റെ തലയിൽ കെട്ടിവെച്ചു. സത്യം അറിഞ്ഞപ്പോൾ ഞാൻ അത് അവളോട് ചോദിച്ചു പോയതാണോ ഇത്ര വലിയ തെറ്റ്? വെറുപ്പാണ് എനിക്ക്, നിങ്ങളോടും അവളോടും എല്ലാവരോടും വെറുപ്പാണ്. എൻ്റെ നെഞ്ചിലാണ് ഇത്രയും കാലം ഞാൻ അവളെ കൊണ്ടു നടന്നത്. അതൊരു വിഷപ്പാമ്പായിരുന്നു എന്ന് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇറങ്ങണം, ഇപ്പം തന്നെ എല്ലാവരും എൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങണം. നിങ്ങളെവിടെ നിന്നും ഇറങ്ങിപ്പോകുന്ന സമയത്ത് സ്വന്തം അനിയത്തിയുടെ കൂടെ കൂട്ടിക്കോ എന്നൊക്കെ പറയട്ടെ ബാലചന്ദ്രൻ.
പക്ഷേ ഗംഗാധരൻ ഞെട്ടിയില്ല. അയാൾ ശാന്തനായി ചോദിച്ചു, ബാലചന്ദ്ര, വൈജയുടെ മകൾ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്ന കാര്യം അത് തനിക്കെങ്ങനെ അറിയാം? വൈജയ്ക്ക് പോലും അതിനെ പറ്റിയിട്ട് അറിവില്ലല്ലോ. എങ്കിലും തൻ്റെ മകൾ ഇപ്പോഴും ജീവനോടെ ഏതെങ്കിലും ഓർഫണേജിൽ ഉണ്ടോന്നോ അത് ആരാണെന്നോ ഈ നിമിഷം വരെ അവൾക്കറിയില്ല. തനിക്കറിയാമോ ആ കുട്ടി ആരാണെന്ന്? ഗംഗാധരൻ്റെ ചോദ്യം കേട്ടുകൊടുത്തതിന് ബാലചന്ദ്രൻ്റെ മുഖത്ത് ഒരു ഗൂഢമായ ചിരി വിടർന്നു. ബാലചന്ദ്രൻ പറയുന്നത് എനിക്കറിയാം. ഗംഗാധരൻ ഒട്ടും വിശ്വസിക്കാൻ കഴിയാതെ ബാലചന്ദ്രനെ ഇങ്ങനെ നോക്കി. ബാലചന്ദ്രൻ പറഞ്ഞിട്ട് എനിക്ക് ആ കുട്ടി ആരാണെന്ന് നന്നായിട്ടറിയാം. വൈജ പിഴച്ചു പ്രസവിച്ച ആ കുഞ്ഞ് ആരാണെന്ന്. ഇനിയിപ്പോൾ നിങ്ങളോട് മാത്രമായിട്ട് ഞാൻ എന്തിനാ അത് മറച്ചു വെക്കുന്നത്? നിങ്ങളെല്ലാവരും അവളെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ മാത്രമല്ല, വൈജയന്തിയും ദിവസവും അവളെ കാണാറുണ്ട്. അത് കേട്ടതോടുകൂടി തന്നെ ഗംഗാധരൻ്റെ നെഞ്ചു പിടഞ്ഞു. സംശയത്തോട് ചോദിക്കുന്നത് ആരാ അത്? ബാലചന്ദ്രൻ ശബ്ദം താഴ്ത്തിക്കൊണ്ട് തന്നെ പറയുന്നത് അവൾ ഇപ്പോഴും ഈ വീട്ടിലുണ്ട്. വൈജയന്തി ഏറ്റവും കൂടുതൽ വെറുക്കുന്ന, ഒരു ദിവസം ഒരു 100 പ്രാവശ്യമെങ്കിലും പേരെടുത്ത് ശകാരിക്കുന്ന അലീന. അതെ, അലീന തന്നെയാണ് വൈജയന്തിയുടെ സ്വന്തം കുഞ്ഞ്. അലീന എന്ന പേര് കേട്ടതോടുകൂടി തന്നെ ഗംഗാധരൻ സ്തംഭിച്ച് നിന്നുപോയി. അലീനയോ? തന്നോടാരാ ഇത് പറഞ്ഞത്? എന്നാലും ഇതെങ്ങനെ? ബാലചന്ദ്രൻ പറഞ്ഞിട്ട് അവൾ പറയുന്നതെല്ലാം തന്നെ ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടതാ. എന്താടോ, കേട്ടില്ലേ? സമാധാനായില്ലേ? തൃപ്തിയായില്ലേ? ഇനി താൻ പോയി തൻ്റെ അനിയത്തിയോട് പറയടോ. അവൾ അത് കേട്ടിട്ട് പിടയണം. ഇത്രയും നാൾ ഞാൻ ആ സത്യം മനസ്സിൽ കൊണ്ട് നടന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ? അവൾ അറിയാതെ അവൾ നൊന്ത് പ്രസവിച്ച സ്വന്തം മകളെ കൊണ്ട് തന്നെ അവളെ വെറുപ്പിച്ചു. വെറുത്ത് ആ വെറുപ്പിൻ്റെ അവസാനം ഞാൻ ഈ സത്യം അവളെ അറിയിക്കും. എൻ്റെ മനസ്സ് പിടഞ്ഞതിലും 100 മടങ്ങെങ്കിലും അവളുടെ മനസ്സ് പിടയണം. അങ്ങനെ അവൾ എരിഞ്ഞടങ്ങണം. അതാണ് ഞാൻ അവൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ. ബാലചന്ദ്രൻ അതും പറഞ്ഞിങ്ങനെ അട്ടഹസിച്ച് ചിരിക്കുന്ന സമയത്തന്നെ മുറിയുടെ വാതിലരികിൽ നിന്ന് ഒരു നിഴൽ പോലെ വൈജയന്തി ഇതെല്ലാം തന്നെ കേൾക്കുന്നുണ്ടായിരുന്നു. ബാലചന്ദ്രൻ്റെ വാക്ക് കേട്ട് ഒട്ടും വിശ്വസിക്കാൻ കഴിയാതെ ശ്വാസം നിലച്ചു പോകുന്നത് പോലെ തോന്നാട്ടോ വൈജയന്തിക്ക്. അപ്പോൾ അലീന എൻ്റെ സ്വന്തം മകളായിരുന്നോ? താൻ ജന്മം നൽകിയ തൻ്റെ കുഞ്ഞ് മരിച്ചു പോയെന്നാണ് കരുതിയിരുന്നത്. തൻ്റെ സ്വന്തം ചോര. പാവം ആ പൊന്നു മോളെയാണോ ഞാൻ ഇത്രനാൾ അനാഥ എന്നും പിഴച്ചവളെന്നൊക്കെ വിളിച്ച് ആട്ടിയോടിച്ചത്? ഒരു നിമിഷം കൊണ്ട് അതുവരെയുണ്ടായ സംഭവങ്ങളെല്ലാം തന്നെ വൈജയന്തിയുടെ മനസ്സിലൂടെ ഒരു മിന്നൽ പോലെ കടന്നുപോയി. അവൾ അലീനയോട് കാണിച്ച ക്രൂരതയെപ്പറ്റി ചിന്തിച്ച് കുറ്റബോധം തോന്നിയിരുന്നു. അലീന, അവളുടെ തൊണ്ടയിൽ നിന്നൊരു നിലവിളി പുറത്തു വന്നു. ഷോക്കേറ്റതുപോലെ നിശ്ചലമായി നിന്ന അവൾ പെട്ടെന്ന് ഓടാൻ തുടങ്ങി. തൻ്റെ കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ, നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ അവൾ മുത്തശ്ശിയുടെ മുറിയിലേക്ക് പാഞ്ഞു. അലീന മുത്തശ്ശിയുടെ മുറിയിൽ കാണുമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ടായിരിക്കട്ടെ വൈജയന്തി അലീനെ അന്വേഷിച്ചുകൊണ്ടതിനെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് പാഞ്ഞത്. മോളെ, അലീന എന്നൊക്കെ വിളിച്ചുകൊണ്ടതിനെ വൈജയന്തി അങ്ങോട്ടേക്ക് വന്നു നോക്കാണ്. മുറി ശൂന്യമായിരുന്നു. അലീനയുടെ ഒരു ബാഗ് ഉണ്ടായിരുന്നു, പക്ഷേ അതും അവിടെ കാണാനില്ല. വൈജയന്തി വന്ന് ഉറങ്ങിക്കിടക്കുന്ന മുത്തശ്ശിയെ പിടിച്ചു കുലുക്കിക്കൊണ്ടതിനെ ചോദിക്കുന്നുണ്ട്, അമ്മേ, അലീന എവിടെ അമ്മേ? മുത്തശ്ശി പറഞ്ഞിട്ട് അവൾ എവിടെ ഉണ്ടായിരുന്നല്ലോ, മുകളിൽ പോയതായിരിക്കും. ചുറ്റും നോക്കുന്ന സമയത്തന്നെ അവളുടെ ബാഗ് കാണാനില്ല. വൈജയന്തിയുടെ ശബ്ദം വെപ്രാളം കൊണ്ട് വിറച്ചു. മുത്തശ്ശിക്ക് ഒന്നും മനസ്സിലായില്ല. നിനക്കെന്താ പറ്റിയ വൈജയെ? നീ എന്തിനാ അവൾക്ക് വേണ്ടി ഇങ്ങനെ വെപ്രാളപ്പെടുന്നത്? നിനക്ക് അവളെ ഒട്ടും ഇഷ്ടമില്ലല്ലോ, പിന്നെ അവൾ എവിടെ പോയാലും നിനക്കെന്താന്നൊക്കെ ചോദിക്കാണ് മുത്തശ്ശി. ആ ചോദ്യം വൈജയന്തിയുടെ ഹൃദയത്തെ കീറി മുറിച്ചു. അവൾ ഉടനെ തന്നെ മുത്തശ്ശിയുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് തന്നെ അലറി, അലീന, അവൾ എൻ്റെയാണ്, എൻ്റെ പൊന്നു മോളാണ്, എൻ്റെ സ്വന്തം ചോര. ഞാൻ പ്രസവിച്ച എൻ്റെ സ്വന്തം മോളാണ് അലീന. 10-22 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ പ്രസവിച്ച, എനിക്ക് കണ്ടു കൊതി തീരാത്ത എൻ്റെ പൊന്നോമന കുഞ്ഞ്. ആ കുഞ്ഞ് മരിച്ചു പോയിന്നല്ലേ നിങ്ങളെല്ലാവരും കൂടി എന്നെ കള്ളം പറഞ്ഞ് വിശ്വസിച്ചിരുന്നത്? വൈജയന്തിയുടെ കരച്ചിലും വാക്കുകളെല്ലാം കേൾക്കുന്ന സമയത്തിന് മുത്തശ്ശി അമ്പരന്ന് പോയി. എന്തൊക്കെയാ വൈജയ നീ ഈ പറയുന്നത്? നിന്നോടാരാ ഇതൊക്കെ പറഞ്ഞത്? അന്നേരം മുത്തശ്ശിയുടെ വാക്കൊന്നും കേൾക്കാതെ അലീന എന്നൊക്കെ പറഞ്ഞ് വൈജയന്തി ഒരു ഭ്രാന്തിയെ പോലെ അലറി വിളിച്ചു. അവളുടെ ശബ്ദം കേട്ട് ഗംഗാധരനും ബാലചന്ദ്രനും താഴേക്ക് ഓടി വന്നു. എന്താ വൈജയ്, എന്താ നിനക്ക് പറ്റിയതെന്നൊക്കെ ചോദിച്ചു കൊടുത്തേ ഗംഗാധരൻ വരുന്നുണ്ട്. അപ്പോഴേക്കും വൈജയന്തി ഓടിച്ചെന്ന് അവൻ്റെ നെഞ്ചിൽ വീണു. എൻ്റെ കുഞ്ഞ് എവിടെയേട്ടാ? ബാലചന്ദ്രൻ പറയുന്നതെല്ലാം തന്നെ ഞാൻ കേട്ടു. അലീനപ്പോൾ എൻ്റെ സ്വന്തം മകളായിരുന്നു അല്ലേ? ഞാൻ പ്രസവിച്ച എൻ്റെ കയ്യിൽ നിന്നും നിങ്ങൾ എല്ലാവരും കൂടി തട്ടിയെടുത്ത എൻ്റെ പൊന്നുമോള്. ഇത്രയും നാൾ അവൾ എൻ്റെ കൂടെ ഉണ്ടായിട്ടും ഞാൻ അറിഞ്ഞില്ലല്ലോ. പാവം എൻ്റെ പൊന്നുമോളെ ഞാൻ തിരിച്ചറിഞ്ഞില്ല. ഞാൻ അവളെ എന്നും വെറുപ്പോടും ദേഷ്യത്തോടും കൂടി മാത്രമേ കണ്ടിരുന്നുള്ളൂ. എനിക്കെൻ്റെ മോളെ ഇപ്പം തന്നെ കാണണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വൈജയന്തി ഭയങ്കര കരച്ചിലായിരിക്കും. ഗംഗാധരൻ ആകെ തകർന്നു പോയി.
മുത്തശ്ശിക്കാണെങ്കിൽ ഒട്ടും വിശ്വസിക്കാൻ കഴിയാതെ അവനെ നോക്കി വിളിക്കുന്നുണ്ട്. ഗംഗാധര, ഇവൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇവൾ പറയുന്നതൊക്കെ സത്യമാണോ? വൈജയന്തിയുടെ സ്വന്തം മകളാണോ അലീന? ഗംഗാധരൻ ഒന്ന് പതുക്കെ തലയാട്ടിക്കൊണ്ട് തന്നെ പറയുന്നുണ്ട്, അതെ അമ്മേ. ഇത്രയും നാൾ അനാഥാലയത്തിൽ ജീവിച്ച് ഈ വീട്ടിൽ ജോലിക്കാരിയായി നിന്ന ആ പെൺകുട്ടി, അത് വൈജയന്തിയുടെ സ്വന്തം മകളാണ്. 10-22 വർഷങ്ങൾക്ക് മുൻപേ വൈജയന്തി ജന്മം നൽകിയ അവളുടെ സ്വന്തം ചോരയാണ് അലീന എന്ന് പറയാറിക്കൂടെ ഗംഗാധരൻ. അത് കേൾക്കുന്ന സമയത്തിൻ്റെ മുത്തശ്ശി ഞെട്ടിത്തരിച്ചു നിന്നു. വൈജയന്തിയുടെ കണ്ണുകളിൽ നിന്നും തീ പാറുന്നതുപോലെ തോന്നി. അവൾ ഗംഗാധരൻ്റെ ഷർട്ടിലും കുത്തിപ്പിടിച്ചു. പൊട്ടിത്തെറിച്ചുകൊണ്ട് തന്നെ വൈജയന്തി പറയുന്നുണ്ട്, ചതിക്കുകയായിരുന്നു, നിങ്ങളെല്ലാവരും കൂടി എന്നെ ചതിക്കുകയായിരുന്നു അല്ലേ? എൻ്റെ മകൾ അപ്പം തന്നെ മരിച്ചുപോയിന്ന് നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത്? എന്നിട്ട് അവളുടെ മുഖം പോലും നിങ്ങളാരും എന്നെ കാണിച്ചില്ല. ഇതൊക്കെ ചതിയാണ്. എത്ര വലിയ കൊടും ചതിയാണെന്നോ നിങ്ങളെല്ലാവരും എന്നോട് ചെയ്തത്. അങ്ങനെ എൻ്റെ കുഞ്ഞ് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കില്ലായിരുന്നു. ഇന്നിപ്പതേ ഞാൻ 3 കുട്ടികളുടെ അമ്മയായിരിക്കുന്നു. ബാലചന്ദ്രനെ ചതിക്കില്ലായിരുന്നു. പറയട്ടാ, എന്തിനാണ് നിങ്ങളെല്ലാവരും എൻ്റെ ജീവിതം കൊണ്ട് കളിച്ചത്? ഇതിനൊന്നും ഞാൻ ഒരിക്കലും നിങ്ങളോട് ക്ഷമിക്കില്ല. എൻ്റെ മകളെ ഇത്രയും കാലം നിങ്ങളെല്ലാവരും ചേർന്ന് എന്നിൽ നിന്നും അകറ്റി, എന്നിട്ട് ഒരു വേലക്കാരിയെ പോലെ ഈ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തി. ഇതിനൊക്കെ നിങ്ങൾ കണക്ക് പറഞ്ഞിരിക്കണം. ഈശ്വര, ഈ പാപമൊക്കെ ഞാൻ എവിടെ കൊണ്ടുപോയി കളയും? സങ്കടം സഹിക്കാൻ കഴിയാതെ നെഞ്ചത്തടിച്ചുകൊണ്ടതിന് വൈജയന്തി ആർത്ത് നിലവിളിക്കാൻ തുടങ്ങി. വൈജയന്തിയുടെ സങ്കടം കണ്ടിട്ട് എങ്ങനെ അവളെ സമാധാനിപ്പിക്കുമെന്നൊന്നും ഗംഗാധരൻ അറിയില്ല. ഗംഗാധരൻ പറയുന്നുണ്ട്, ഇതിനെല്ലാം കാരണക്കാരൻ അച്ഛനാണ് വൈജയ്. അച്ഛൻ പറഞ്ഞിട്ടാണ് അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചത്. അന്ന് കുടുംബത്തിൻ്റെ അഭിമാനം മാത്രമായിരുന്നു അച്ഛന് വലുത്. അതിനുവേണ്ടി അച്ഛൻ എല്ലാം ചെയ്തു. അവസാനം അച്ഛൻ തന്നെയാണ് അലീനയെ ഈ വീട്ടിലേക്ക് എത്തിച്ചത്. അച്ഛൻ മരിക്കുന്നതിന് മുൻപ് നിന്റെ ചോരയെ നിന്റെ അടുത്ത് തന്നെ എത്തിച്ചു. പക്ഷേ നീ അത് തിരിച്ചറിഞ്ഞില്ല എന്ന് മാത്രം. അത് കേട്ടപ്പോൾ വൈജയന്തി വീണ്ടും പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, ഏട്ടാ, എനിക്കെൻ്റെ പൊന്നുമോളെ ഒന്ന് കാണണം. എനിക്കെൻ്റെ അലീനയെ കാണണം. അവളെ കണ്ടില്ലെങ്കിൽ ഞാൻ ചങ്ക് പൊട്ടി മരിച്ചു പോകുമേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വൈജയന്തി ഭയങ്കര കരച്ചിലായിരിക്കും. അപ്പോഴായിരിക്കും ബാലചന്ദ്രൻ്റെ ശബ്ദം വീണ്ടും ഉയർന്നത്. ബാലചന്ദ്രൻ പറഞ്ഞിട്ട്, വൈജയ്, നീ കരയണം. നിന്റെ മകളെ ഓർത്തോർത്തു നീ കരയണം. ആ പാവം പെൺകുട്ടി ഈ വീട്ടിലേക്ക് വന്നപ്പോൾ ഒരു മൃഗത്തോട് കാണിക്കുന്ന പരിഗണനയെങ്കിലും നീ നിന്റെ സ്വന്തം മോളോട് കാണിച്ചോ? ഇല്ലല്ലോ. ഇതാടി പറയുന്നത് വിധി. സ്വന്തം ചോരയെ അടുത്ത് കണ്ടിട്ട് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരമ്മയായി പോയല്ലോടി നീ. ഇനി ഈ പാപമെല്ലാം നീ എവിടെ കൊണ്ടുപോയി കളയും? അലീന അവിടെ നിന്നും പോയി എന്നുള്ള കാര്യം വൈജയന്തിക്ക് മനസ്സിലാവുന്നുണ്ട്. വൈജയന്തി പുറകെ ഓടിപ്പോയെങ്കിലും അലീന അപ്പോഴേക്കും അവിടെ നിന്നും പോയിട്ടുണ്ടാവും. മനുവിൻ്റെ സഹായത്തോടു കൂടി തന്നെ അലീന അവിടെ നിന്നും പോയിരിക്കുന്നത് അലീനയുടെ സ്വന്തം അച്ഛൻ്റെ അടുത്തേക്കായിരിക്കും. അതറിഞ്ഞ് ബാലചന്ദ്രൻ വീണ്ടും വൈജയന്തിയോട് ദേഷ്യപ്പെടുന്നുണ്ട്. സഹിക്കാൻ കഴിയാതെ വൈജയന്തി അലർച്ചയോടെ തന്നെ പറയുന്നുണ്ട്, മതി, നിർത്ത്. നിങ്ങളെല്ലാവരും ചേർന്നിട്ട് എന്നെ ചതിക്കുമായിരുന്നു അല്ലേ? വൈജയന്തിയുടെ അലർച്ച ആ വീടിൻ്റെ ചുവരുകൾക്കുള്ളിൽ തട്ടി പ്രതിധ്വനിച്ചു. അത് സ്വന്തം മകളെ തിരിച്ചറിയാതെ പോയ, സ്വന്തം കൈകളാൽ വേദനിപ്പിച്ച ഒരു അമ്മയുടെ ഹൃദയം നുറുങ്ങുന്ന നിലവിളികളായിരുന്നു. അവിടെ നിന്നും പടിയിറങ്ങിപ്പോയ അലീന പിന്നീട് ഒരിക്കലും തിരികെ വീട്ടിലേക്ക് വന്നില്ല. അലീനയെ അന്വേഷിച്ച് വൈജയന്തി കുറേ നാൾ അലഞ്ഞു തിരിഞ്ഞ് നടന്നെങ്കിൽ പോലും സ്വന്തം മകളെ ഒരു നോക്ക് പോലും കാണാൻ കഴിയാതെ ഇത്ര കാലം തൻ്റെ മകൾ തൻ്റെ കൺമുന്നിലുണ്ടായിട്ട് പോലും വളരെ ക്രൂരമായിട്ടല്ലേ അലീനയോട് പെരുമാറിയിട്ടുള്ളൂ. അതിൻ്റെ കുറ്റബോധത്തിൽ ഇങ്ങനെ നീറി പുകഞ്ഞ് ജീവിക്കുന്ന വൈജയന്തിയെയും എപ്പോഴും ആ ഒരു പേരും പറഞ്ഞുകൊണ്ട് തന്നെ വൈജയന്തി കുറ്റപ്പെടുത്തുന്ന ബാലചന്ദ്രനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. പിന്നീട് ഒരിക്കൽ അലീന ഏതായാലും ബാലചന്ദ്രനെ അന്വേഷിച്ച് വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് എപ്പിസോഡ് ഞാൻ പറയാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.